75 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 1950 മുതലുള്ള ഓർമ്മകളുടെ വലിയൊരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാം, 10-30 ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഈ ദേശത്തിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ നമുക്ക് അതിമനോഹരമായ ഈ ദേവാലയവും സ്കൂളും സെമിത്തേരിയും അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം പുത്തനാക്കാനായിട്ട് സാധിച്ചു. ദൈവകൃപയുടെ വലിയ നാളുകളായിരുന്നു. കയ്യൂര് കർത്താവ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇടമാണ് ഞാൻ കരുതുകയാണ്. വളരെ സാധാരണ സ്വഭാവം പുലർത്തുന്ന ആളുകൾ, താരതമ്യേന കുടുംബങ്ങള് കുറവുള്ള ഇടവകയും യാത്രാ സൗകര്യങ്ങൾ പണ്ടൊക്കെ തീരെ ഇല്ലാതിരുന്ന ഒരു സ്ഥലവും ഇപ്പോഴതെല്ലാം മാറി നമുക്ക് വലിയ അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ അവസരമാണ്. കയ്യൂരിൻ്റെ മുഖച്ഛായ മാത്രമല്ല, അകക്കാമ്പും മാറിയെന്ന് ഞാൻ കരുതുകയാണ്. വലിയ നവീകരണം ഇവിടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പോഴത്തെ വിചാരിച്ച് ഒട്ടനവധി കാര്യങ്ങളിലൂടെ പുത്തനാക്കി, ഉന്മേഷം നൽകി, ഉണർവുള്ളതാക്കി. എല്ലാ ദിവസവും കയ്യൂരിനെ കുറിച്ചുള്ള പ്രോഗ്രാമാണ് മീഡിയയിൽ കാണാൻ കഴിയും. കയ്യൂര് പോയ പോക്ക് ഞാൻ പലപ്പോഴും ഓർത്ത് അത്ഭുതപ്പെടാറുണ്ട്. എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലും പുത്തൻ പഞ്ചപാലന കാര്യങ്ങൾ, ചിന്തകൾ, പ്രസ്ഥാനങ്ങൾ എല്ലാം ഉള്ളതായിട്ട് നമ്മെ പൊതുജനം പോലും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം യാരിസിൻ്റെ അത്ഭുതകരമായ ആസ്ട്രൽ കൺസേണിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. സാധാരണ ഒരു മനുഷ്യന് അധ്യാപകനായിട്ട് കൂടി ജോലി നോക്കുന്ന ഒരാളിന് ഇത്തരം കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കാനും ഇടപെടാനും എളുപ്പമാണ്. നമുക്ക് പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നല്ല ഒരു സ്പേസ് കയ്യൂരിന് ഉണ്ടാക്കി കൊടുക്കാൻ ഈ വർഷങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ട്. നമുക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു, കടബാധ്യതകളുണ്ട്, കുറേയേറെ ബാധ്യതകളുണ്ടായിരുന്നു. അതിനോടെല്ലാം ചെറിയ തോതിലെങ്കിലും സഹായിക്കാനായിട്ട് കേന്ദ്രം പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. പണികള് നിങ്ങളെ ബോധ്യപ്പെടുത്തി കമ്മിറ്റികളിൽ ചർച്ച ചെയ്ത് നല്ല പിൻബലത്തോടുകൂടിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ തുക പണം കണ്ടെത്താനായിട്ട് ഈ ഇടവകയ്ക്കുള്ളിൽ നിന്നും അത്ര എളുപ്പമാണ്. എങ്കിലും സാധിക്കുന്നവരൊക്കെ ഡിയാലിസിനോട് ചേർന്ന് ഈ പ്ലാറ്റിനം ജൂബിലി വർഷ ആചാരങ്ങൾക്ക് വലിയൊരു മികവ് പകർന്നു. നമ്മുടെ ഏറ്റവും പ്രിയകരനായ കർത്താക്കൽ പ്രിയാഘോഷത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നമ്മളുടെ പഴയ പള്ളി. അദ്ദേഹത്തിൻ്റെ അധ്വാനവും ദീർഘവീക്ഷണവും ഈ ദേശത്തോടുള്ള സ്നേഹവും എല്ലാം ഞാനും
വൈദിക പരിശീലന കാലത്തും അതിനുശേഷവും അധ്യക്ഷനായിരുന്നപ്പോഴുമൊക്കെ അച്ഛനിൽ നിന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛൻ വലിയ ഭാഷാപണ്ഡിതനായിരുന്നു, സുറിയാനി പണ്ഡിതനായിരുന്നു, സെന്റ് തോമസ് കോളേജിന്റെ അധ്യാപകനായിരുന്നു, ഹോസ്റ്റൽ വാർഡനായിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് ഭാഷാപരമായിട്ടും വലിയ മേന്മയുണ്ട്. യേശുക്രിസ്തുവിന്റെ അന്തിമ ദിനങ്ങൾ എന്നുള്ള അദ്ദേഹത്തിന്റെ 3 വോളിയൂംസ് പുസ്തകങ്ങള് നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമുള്ള അത്ഭുതകരമായ വിവരണമാണ്. ഞാൻ പലതവണ ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പേരിലൊരു ഫൗണ്ടേഷൻ സെന്റ് തോമസ് കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തി. അന്ന് ഞാൻ 45 മിനിറ്റ്സ് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, മലയാള ഭാഷയിലുള്ള അച്ഛൻ്റെ മികവിനെ കുറിച്ചെല്ലാം കോളേജ് അധ്യാപകരോട് സംസാരിക്കുകയും മാൻ ഓഫ് സോറോസ്, ദുഃഖങ്ങളുടെ മനുഷ്യൻ എന്ന അച്ഛൻ്റെ പുസ്തകവും മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഉള്ള ചില കാര്യങ്ങളും അച്ഛന് പൗരോഹിത്യ ശുശ്രൂഷകളിൽ കണ്ടെത്തിയ ദൈവാനുഭവത്തിന്റെ വഴികളുമാണ്. ഞാൻ അച്ഛന് നമ്മുടെ പഴയ പള്ളിയുടെ ശൃംഗേരിയുടെ മുകളിൽ താമസിച്ചിരുന്ന കാലങ്ങളിൽ വളരെയധികം തവണ അച്ഛൻ്റെ അടുത്ത് പോവുകയും അച്ഛൻ്റെ കസേരയിൽ താഴെ ഇരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അച്ഛൻ അപ്പോഴെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സുറിയാനി പുസ്തകങ്ങൾ വളരെയധികം അച്ഛനുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളെല്ലാം എനിക്ക് സമാനമായിട്ട് അച്ഛൻ നൽകി. ഭാഷ അച്ഛന് ലത്തീനും നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ പലാരോഗ്യയിലെ വൈദികരുടെ ഇടയിൽ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അച്ഛൻ്റെ വലിയൊരു കർമ്മ പദ്ധതിയായിരുന്നു ഇവിടെ ദേവാലയം കാരണം, ഈ ദേശം വളരണം, വൈഷ്ണവങ്ങളുമെല്ലാം ആ രീതിയിൽ അച്ഛൻ്റെ പരിഗണനയിൽ വന്ന കാര്യമാണ്. അങ്ങനെ നമുക്ക് നല്ല ഒരു ഇടവകയായിട്ട് പെരുമാറാനായിട്ട് കഴിഞ്ഞു. അധ്വാനശീലരായ ആളുകളാണ്, സാധാരണക്കാരാണ്, കൃഷിക്കാരാണ്. സാധാരണ മനുഷ്യരായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളായിട്ടാണ് എനിക്ക് നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടത്തരം കുടുംബങ്ങളിൽ ജനിച്ച് വളർന്ന് അധ്വാനിച്ച് അനേകം മൈലുകൾ നടന്ന് പഠിച്ച് പറമ്പിൽ പണിയെടുത്ത് ഒക്കെ ജീവിക്കുന്നവരാണ്. വളരെ സാധാരണ രീതിയിലുള്ള ജീവിതക്രമം, അതിലൊരു കുലീനത്വം ഉള്ളതുപോലെ നമുക്കെല്ലാം അനുഭവപ്പെട്ടിരുന്നു. ജോലിയോടും അധ്വാനത്തോടും കാർഷിക മേഖലയോടുമൊക്കെയുള്ള നമ്മുടെ ഒരു വലിയ സമീപനമാണ് അത് എടുത്തു കാണിക്കുന്നത്. കർത്താവ് കാലാകാലങ്ങളിൽ ഈ ദേശത്തെ വളർത്തിയതിൻ്റെ ഓർമ്മകൾ കണക്കിലെടുത്തുകൊണ്ടാണല്ലോ വലിയ പ്രോജക്റ്റ് 75 ദിന പരിപാടികളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളതും അതിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നുമില്ല. ഇന്ന് വിഭാഗ വിഹാരിച്ചവിടെ സൂചിപ്പിച്ചതുപോലെ തിരുസഭ ജനകാലത്തിന്റെ 6ാം വെള്ളിയാഴ്ച സുറിയാനി സഭാരാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ്. നമ്മെ സംബന്ധിച്ച് അത് നമ്മുടെ
ആധ്യാത്മിക ജീവിതത്തിൻ്റെ നമ്മുടെ മനോഭാവങ്ങളുടെ അടിത്തറയായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഈശോ പരസ്യ ജീവിതകാലത്ത് സംസാരിച്ചത് അരമായ സുറിയാനിയാണ്. ക്രിസ്ത്യൻ അരമൈക് എന്ന് പറയുന്നത് അത് പലസ്തീന തുടങ്ങി മിഡിൽ ഈസ്റ്റ് എല്ലാം ഉൾപ്പെടുന്ന വലിയൊരു ദേശത്തിൻ്റെ സംസാര ഭാഷയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ടർക്കി, ലെബനോൺ, ഇസ്രായേൽ, പാലസ്തീൻ, സിറിയ, ഇറാൻ, ഇറാഖ്, സെൻട്രൽ ഏഷ്യ, ചൈനയുടെ ഒരു ഭാഗം, മംഗോളിയ, ഇവിടെ ഇന്ത്യയിലെ ദൈവാരാധനയുടെ ഭാഷയായിരുന്നു. വലിയൊരു ദേശങ്ങളുടെ കൂടിവരവാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ. ഈശോ സംസാരിച്ചത് അരമായ ഭാഷയിൽ ആയിരുന്നു. പക്ഷേ സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെട്ടത് പ്രധാനമായിട്ടും ഗ്രീക്ക് ഭാഷയിലാണ്. പ്രധാനമായിട്ടും പല സുവിശേഷത്തിൻ്റെയും ചില ഭാഗങ്ങളെല്ലാം പരമായ ഭാഷയിലുണ്ട്. അത് വ്യത്യസ്തമായ ഭാഷകൾ നല്ലവണ്ണം അറിയാവുന്ന ജനവിഭാഗത്തിൻ്റെ സാമർഥ്യമാണല്ലോ. കുര്യാക്കോസ് ഇംഗ്ലീഷിലും എഴുതിയ പുസ്തകം നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും വേണ്ടിവന്നാൽ മറ്റു ഭാഷകളിലും എഴുതാൻ സാധിക്കുന്നത് പോലെ അന്നത്തെ ആളുകൾക്ക് അരമായ സുറിയാനിയിലും ഗ്രീക്കിലും ലത്തീനിലുമൊക്കെ എഴുതാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ, ശ്ലീഹന്മാര് ഓർത്തുവെച്ച കാര്യങ്ങൾ, സുവിശേഷകന്മാര് കണ്ടും കേട്ടും അനുഭവിച്ച കാര്യങ്ങളെല്ലാം എഴുതിയ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് നിൽക്കുന്ന കാര്യമാണുള്ള സുവിശേഷങ്ങൾ. സുറിയാനി സഭാപിതാക്കന്മാര് ഈ സുവിശേഷങ്ങളെ കുറിച്ചാണ് പഠിച്ചതും പഠിപ്പിച്ചതും എഴുതിയതുമെല്ലാം. അവർക്ക് മറ്റൊരു താല്പര്യവും ഇല്ലാതില്ല. 1-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള വലിയ പിതാക്കന്മാരെയാണ്, ഗ്രന്ഥകാരന്മാരെയാണ് സഭാപിതാക്കന്മാര് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് സുറിയാനി മാതൃഭാഷയായിട്ടുള്ള പിതാക്കന്മാരാണ്. സുറിയാനി പിതാക്കന്മാര് ഏറ്റവും പ്രധാനമായിട്ട് മാറപ്രീം, പിന്നീട് നർസായി, ഐസക് ഓഫ് നിനിവെ, ബാബായി, ഇങ്ങനെ ഒരു ലുത്തിനിയ ചെല്ലുന്നത് പോലെയുള്ള ആളുകൾ. ഞാനിവിടെയെല്ലാം ആ പിതാക്കന്മാരെ കുറിച്ച് വായിക്കുകയും അവരുടെ മൂല ഗ്രന്ഥങ്ങൾ മേടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. നമ്മുടെ സകലജ്ഞാന്മാരുടെയും ലുത്തിനിയയുടെ കാര്യം ഇരിക്കുമ്പോൾ എല്ലാവരുടെയും എല്ലാ വിശുദ്ധന്മാരുടെയും പേരുകൾ പറഞ്ഞു നിൽക്കുകയാണ്. സുറിയാനി സഭ പിതാക്കന്മാര് എന്ന് പറയുന്നത് അത്തരം വലിയൊരു സംഖ്യയാണ്. അതിലെ പ്രതീകാത്മകമായിട്ട് അപ്രീമിനെ കുറിച്ചും അഫ്രാത്തസിനെ കുറിച്ചുമൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ച 12ഓളം രാജ്യങ്ങളിലെ മാതൃഭാഷ ആയിട്ടുണ്ടായിരുന്ന ഭാഷ പിന്നീട് 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിലെത്തിയപ്പോൾ ഞാനൊരു കുഞ്ഞ് കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഭാഷ സുവിശേഷത്തിന്റെ ഭാഷയാണ്, ദൈവശാസ്ത്രത്തിന്റെ ഭാഷയാണ്, ദൈവാരാധനക്രമങ്ങളുടെ ഭാഷയാണ്, സംഗീതത്തിന്റെ, സുവിശേഷവൽക്കരണത്തിന്റെ, പ്രസംഗങ്ങളുടെ, ശില്പകലകളുടെ, ആത്മീയ ഗ്രന്ഥങ്ങളുടെ, സുറിയാനി ബൈബിളിന്റെ, ശരിക്കുമുള്ള സുറിയാനി സാഹിത്യത്തിന്റെ, നാടകങ്ങളുടെ,
നിയമങ്ങളുടെ, സർവകലാശാലകളുടെ, യൂണിവേഴ്സിറ്റികളുടെ, ദേറാകളുടെ, ആശ്രമങ്ങളുടെ, വ്യാപാര വ്യവസായ മേഖലയിൽ നിൽക്കുന്ന കച്ചവടക്കാരുടെ എല്ലാം ഭാഷയാണ്. ഷേക്സ്പിയറിന്റെ മർച്ചന്റ് ഓഫ് വെനീസ് സുറിയാനിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. നമുക്ക് വിസ്മയം തോന്നും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ കൊണ്ടത് ഈ സുറിയാനി ഭാഷയിലാണ്. സുറിയാനി അതിമനോഹരമായ സംഗീതത്തിന്റെ ഭാഷയാണ്. ഞാൻ തന്നെ ഇവിടെ 3-4 തവണ പരിശുദ്ധ കുർബാന മുഴുവനും സുറിയാനിയിൽ അർപ്പിച്ചിട്ടുണ്ട്. അത് സ്വർഗത്തിലേക്ക് നമ്മെ എടുത്ത് കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു. വിശുദ്ധമായ ഒരു പാരമ്പര്യമാണ്. അതിലേറ്റവും നന്നായിട്ട് ആ ഭാഷയിൽ രൂപപ്പെട്ട ദൈവാരാധന ക്രമം, അതിൻ്റെ ഗ്രന്ഥങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സഭയാണ് സുറ മലബാറുകാർ. നമ്മളുടെ 3 കുർബാനക്രമങ്ങൾ, വൈദികരുടെ യാമപ്രാർത്ഥന, വെള്ളിയാഴ്ച കർമ്മങ്ങൾ, പ്രവേശിത കുദാശകൾ 3, വിവാഹത്തിന് കുദാശ എല്ലാം സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇവിടെ സുറിയാനിയിലായിരുന്നു കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അന്ന് അതേ ഉള്ളൂ, മലയാള വിവർത്തനങ്ങളൊന്നുമില്ല. എല്ലാ കർമ്മങ്ങളും സുറിയാനിയിലാണ്. അതിൻ്റെ ഏറ്റവും ഭംഗിയായ വിധങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഇടവകയാണ്. അന്നിവിടെ വികാരിമാരായിട്ട് വന്നവരൊക്കെ വലിയ സുറിയാനി പണ്ഡിതന്മാരും കൂടിയായിരുന്നു. ടി വടക്കലസിനെ പോലെയുള്ളവരും ആ കാലഘട്ടത്തിൽ വികാരിയത്തിൽ ഏറ്റെടുത്ത ആളുകളൊക്കെ സുറിയാനി പഠിച്ചവരാണ്. സാമാന്യം നന്നായിട്ട് അവിടെ സുറിയാനി പഠിക്കുമായിരുന്നു. അതുകൊണ്ട് വൈദികർക്ക് പൊതുവെ ആ ഭാഷ അറിയാമായിരുന്നു. പിന്നീട് പ്രാദേശിക ഭാഷകളിൽ ആരാധനക്രമങ്ങൾ വന്നപ്പോൾ വൈദികർക്കും അതിനോട് വേണ്ടത്ര അറിവില്ലാത്ത തലമുറകൾ വന്നു. 40 വർഷങ്ങളായിട്ട് ഇവയൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് കൂടുതലായിട്ട് സുറിയാനി പഠിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ യുവതിയൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അധികാര കേന്ദ്രങ്ങൾ പോലെ വിദേശായും നിശ്ചയിച്ചും ഒക്കെ പോലെ നമ്മുടെ യുവതിക്കുള്ളിലും സുറിയാനിയോട് സ്നേഹമുള്ള വലിയൊരു തലമുറ ഉണ്ടായിരുന്നു. നമ്മുടെ യുവതിയിൽ നിന്നുള്ള അച്ഛന്മാരാണ് സുറിയാനി ഭാഷയ്ക്ക് ഡിക്ഷണറി എഴുതിയവര്, ഗ്രാമർ എഴുതിയവര്, കോളേജ് ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയവര്, സംഗീതം പകർന്നവര്. 50-ലധികം പുസ്തകങ്ങൾ സുറിയാനിയിൽ എഴുതിയ അച്ഛനാണ് നമ്മുടെ തൊട്ട് അടുത്ത് വെലുകാവില് ഉണ്ടായിരുന്നതാണ് അന്ത്രയാസ് കളക്ടർ. 50-ലധികം പുസ്തകങ്ങൾ, 10-40 എൻ്റെ കൈവശമുണ്ട്. 50-ലധികം പുസ്തകങ്ങൾ, തമാശകൾ ഉൾപ്പെടെ സുറിയാനിയിൽ എഴുതിയ വ്യക്തി നമ്മുടെ കുടുംബക്കാരനാണ്. അരിവച്ചക്കാരനായിരുന്ന അലൈത്തനാലക്ഷൻ അതുപോലെയാണ്. സുറിയാനി ഭാഷയ്ക്ക് എഴുതിയ ഗ്രാമർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും അലൈത്തനാലക്ഷൻ്റെ സുറിയാനി ഗ്രാമർ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എഴുതുന്നത്. നമ്മുടെ മാനുവൽ പുള്ളിയച്ഛന് മറ്റനേക മനുഷ്യന്മാർ നമ്മുടെ ഇന്നത്തെ കാലാവധിയിൽ നിന്ന് ഉള്ളവരാണ്. അത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുണ്ട്. ഇന്ന് ദിനകാലത്തിൻ്റെ ഈ 6-ാം വെള്ളിയാഴ്ച നമ്മുടെ സുറിയാനി സഭ പിതാക്കന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ കാലാവധിക്ക് ആ ഭാഷ പിടിച്ചു നിർത്താനും അതിൽ ആവശ്യമായ സമയത്ത് അനുയോജ്യമായ രീതിയിൽ സുറിയാനി ഭാഷയിൽ തന്നെ തിരുക്കർമ്മങ്ങൾ നടത്താനും കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ പൂർവികര് കാത്തു സൂക്ഷിച്ച വലിയൊരു സംസ്കാരമാണ്. അന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അതെല്ലാം
ഈശോയെ കുറിച്ചാണെന്നും സുവിശേഷത്തെ കുറിച്ചാണെന്നും ഈശോ നടത്തിയ അത്ഭുതങ്ങളെ കുറിച്ചാണെന്നും എല്ലാം നമുക്കറിയാമായിരുന്നു. അങ്ങനെ വലിയൊരു ഭാഷ സൂക്ഷിച്ചതിൽ അഭിമാനം കൊള്ളുന്നൊരു സഭയാണ് നമ്മളുടേത്. ഇവിടെ തോമാസ് ശ്ലീഹായുടെ വരവ് മുതൽ ഡയൽബർസിന്റെ സമയം വരെ ഒറ്റ സഭയുണ്ടായിരുന്നുള്ളൂ. സുറിയാനി സംസാരിക്കുന്ന ഭാരതത്തിലെ നസ്രാണികൾ, ദീപാരാധനക്രമത്തിൽ ഭാരത നസ്രാണികൾ എന്ന് അറിയപ്പെട്ടിരുന്ന ഒറ്റ സഭ. പിന്നീട് അതിൽ വന്ന വിഭജനങ്ങൾ നമുക്ക് ആ ചരിത്രമൊക്കെ കുറെയെല്ലാം അറിയാം. അങ്ങനെയാണ് നമുക്ക് യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, മാർത്തോമാ സഭ, പിന്നീട് ആംഗ്ലിക്കൻ സഭയോട് ബന്ധപ്പെട്ടിട്ടുള്ള നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ വന്ന സഭകൾ എല്ലാം അവരും ആംഗ്ലിക്കൻ സഭയോട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീശായി ഗലീലാവ് അവരും അവരുടെ ദീപാരാധനക്രമത്തിൽ സുറിയാനി പദങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അവർക്കറിയാം ഇവിടെ ഈശോയുടെ ഭാഷയിലാണ് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത്. തോമാസ് ശ്ലീഹായുടെ ഭാരതപ്രവേശനം ആ ചരിത്രമെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു രൂപത എന്ന നിലയിൽ നമുക്ക് കൂടുതലായിട്ട് സുറിയാനി സഭാ പിതാക്കന്മാരെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടും മുതിർന്നവരോടുമൊക്കെ പറയാനും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാനും ഒക്കെ കൂടുതൽ ഉത്തരവാദിത്വം. നമ്മൾ 75 വർഷങ്ങൾ പരിശുദ്ധ കുർബാനയിൽ അതിൻ്റെ ഓർമ്മകൾ കൊണ്ടുവരുമ്പോൾ രണ്ടാം വത്തിക്കാൻ സിനോഡോസിന്റെ കാലം കഴിഞ്ഞു. നമ്മുടെ അച്ഛന്മാർ പ്രിയാഘോഷത്തിനും ഞാൻ കൃത്യമായി കേൾക്കുന്നുണ്ട്. നമ്മുടെ കുറുമണ്ടയിൽ അച്ഛൻ ഇവിടെയായിരുന്ന കാലങ്ങളിലെല്ലാം അച്ഛൻ സുറിയാനിയിലായിരുന്നു കുർബാനയിലിരിക്കുന്നത്. മലയാളത്തിലേക്കുള്ള വിവർത്തനങ്ങൾ വന്നപ്പോഴും അച്ഛന്മാർക്ക് താല്പര്യമുണ്ടെങ്കിൽ 1-2 വർഷങ്ങൾ സുറിയാനി തന്നെ തുടരാം എന്ന് വൈദ്യ പിതാവ് പറഞ്ഞതുകൊണ്ട് പല അച്ഛന്മാരും അത് തുടർന്നിരുന്നു. അങ്ങനെ തുടർന്ന ഒരു വ്യക്തിയായിരുന്നു ഇവിടെ ഏരിയായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ 75 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ സുറിയാനി ഭാഷയിൽ ദീപാരാധനക്രമം കണ്ട് ജീവിച്ച ഒരു തലമുറ ഇവിടെയുമുണ്ട്. അങ്ങനെ നമ്മൾ സുറിയാനി പിതാക്കന്മാരുടെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ നമ്മുടെ രൂപതയ്ക്കുള്ള ഉത്തരവാദിത്വവും നമ്മുടെ രൂപത സുറിയാനി ഭാഷയെ വളർത്തിയ പിതാക്കന്മാരുടെ ഒരു തറവാട് കൂടിയാണെന്നുള്ള ആ ഒരു ചിന്തയും നമ്മൾ കാത്തു സൂക്ഷിക്കും. ഇന്ന് ജനഹായുടെ 6ാമത്തെ ഈ വെള്ളി സുറിയാനി സഭകളെല്ലാം അവരുടെ സ്വന്തം പിതാക്കന്മാരെ കുറിച്ച്, സുറിയാനി സഭയുടെ പിതാക്കന്മാരെ കുറിച്ചാണ് ഓർക്കുന്നത്. നമ്മുടെ കുർബാനയും നമ്മുടെ യാമപ്രാർത്ഥനയും എല്ലാം ഞാൻ അതിൽ സൂചിപ്പിച്ചതുപോലെ ആ ഭാഷയിലായിരുന്നു. മൂലഭാഷ അതാണ്. കഴിവുള്ളത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുകയും അവരുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യും. ഞങ്ങൾ അത് സ്വീകരിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ഈ ഇടവകയ്ക്ക് ആഹ്ലാദത്തിൻ്റെ അവസരമാണ്. പള്ളിയോട് ബന്ധപ്പെട്ട് പള്ളിക്കർമ്മങ്ങളിൽ അഭിമാനം കൊണ്ട് ജീവിച്ച സാധാരണക്കാരായ കർഷകരുടെ ഈ കേന്ദ്രം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരിടമാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പള്ളി വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എല്ലാവരും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പള്ളിക്കർമ്മങ്ങളിൽ ഏത് വിധേനയും പങ്കെടുക്കണം. നമുക്കൊരു 10-25-30 വർഷങ്ങൾക്ക് മുമ്പ് വാഹനങ്ങൾ തന്നെയുള്ളവർ വളരെ ചുരുക്കമായിരുന്നു. എല്ലാവരും നടന്ന് പള്ളിയിലേക്ക് പോരുകയായിരുന്നു. പള്ളി നമുക്ക് വലിയൊരു വികാരമായി, തീവ്രമായ വികാരമായിരുന്നുവെന്ന്
ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പള്ളിയിൽ പോകണം, കുർബാനയിൽ പങ്കെടുക്കണം, അച്ഛൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ പള്ളിയോട് കെട്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് വളർന്നു. പിന്നീട് ഒരാളുകളും കുറ്റങ്ങളും കുറവുകളുമെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായ ആ ഒരു കുറിച്ച് നിൽക്കുന്നു. ഇന്നും ഈ സന്ധിയിൽ ഈ ദേവാലയം നിറയെ ആളുകളുടെ കാരണവും തന്നെയാണ്. ഞാനെല്ലാം വിചാരിച്ചിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ്റെ ബഹുതല സ്പർശിയായ സാമർഥ്യം കയ്യൂരിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു. ഇവിടെ നമ്മുടെ അടുത്തുള്ള ക്രിസ്ത്യാനിയായിരുന്നു. അക്കാലത്തും അദ്ദേഹത്തിൻ്റെ അവിടെ വരികയും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്ത ആളായിരുന്നു. അച്ഛൻ്റെ സാന്നിധ്യം വളരെ സജീവമാണ്. നല്ലൊരു ലീഡർഷിപ്പാണ് അച്ഛൻ നൽകുന്നത്. നല്ല ചിന്തകളുണ്ട്, നല്ല വായനയുണ്ട്, വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് കുട്ടികൾക്കിടയിലും മുതിർന്നവരുടെ ഇടയിലുമെല്ലാം. അച്ഛന് ഇതിനു മുമ്പായിരുന്ന പള്ളിയിൽ പൂമ്പാലായ്ക്ക് വേണ്ടി അച്ഛൻ നടത്തിയ പരിശ്രമങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മാത്രം വീടുകൾ ചെറിയൊരു ഭംഗിയിൽ നമ്മുടെ 1400 വീടുകൾ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത 2200-ലധികം ആളുകൾ നമുക്കുണ്ടായി. പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സത്യങ്ങൾ തിരിച്ചറിയാറില്ല. എനിക്ക് കുറെയെല്ലാം അതേക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നുള്ള ആളാണ്. എനിക്കൊപ്പമുണ്ടായിരുന്ന നമ്മുടെ രൂപതയിൽ പറമ്പും വീടും ഇല്ലാത്ത ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഒരു സർവേ എടുത്തപ്പോഴാണ് 2500-ഓളം ആളുകളാണ് ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്തത്. വേറെ ആരുടെയെങ്കിലും പറമ്പിൽ താൽപ്പര്യങ്ങൾക്ക് വലിച്ചു കയറ്റി അങ്ങനെ കണ്ടിരുന്നു. അതിൽ നമുക്ക് 1400 വീടുകൾ ചെയ്യാൻ സാധിച്ചു. അത് നിസ്സാരമായൊരു കാര്യമാണ്. ഏറ്റവും വലിയ ഒരു സേവനം കലാരൂപതയും അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ കാര്യമാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. അതിനെ മറികടക്കാനുള്ള ഒരു സർവീസും നമ്മൾ ഇതുവരെയും ചെയ്തു. ദൈവം അനുവദിച്ചാൽ 2200 പേർക്കും വീട് പണിത് പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് എൻ്റെ മനുഷ്യൻ്റെ ആഗ്രഹം. അപ്പോഴാണ് നമുക്ക് സുവിശേഷത്തോട് ബന്ധമുള്ളവരെ പോലെയും നമുക്ക് സാധിക്കുന്ന വിധത്തിലൊക്കെ മറ്റുള്ളവർക്ക് ഒരു സന്തോഷം പ്രദാനം ചെയ്യാനായിട്ട് കാരണക്കാരൻ ആകാൻ ഇടയാവുകയും ചെയ്യും. നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് എല്ലാവരും അത് എടുക്കണം. എല്ലാവരും തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും കഴിയണം. ഇതര മതസ്ഥരും വളരെയധികമുള്ള ഒരു ഇടവകയാണിത്. അവരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും അവരെ നമ്മളോട് കാണിക്കുന്ന കരുതലുമെല്ലാം വളരെ വലുതാണ്. എല്ലാ ആഴ്ചകളിലും ആരെങ്കിലുമൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾ വലിയെടുക്കുന്നവരാണ്. അതെല്ലാം അവരൊന്ന് കാണണം, വർത്താനം പറയണം, ഇതാരുടെ അടുത്ത് വെച്ചിട്ടിരിക്കണം. അങ്ങനെയുള്ള ചെറിയ ആവശ്യമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വലിയൊരു പിൻബലമാണ്. സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, പരിഗണനയുടെ ഒക്കെ ഒരു അടയാളമാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് എന്നെ വന്ന് കണ്ടിട്ട് കാണാം. അവർക്കറിയാം അവരെ പോലെ ഇവിടെ ജീവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് വരുന്നതിന് പ്രയാസമില്ല. അവർ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ സ്നേഹബന്ധം ഇപ്പോഴും പുലർത്തുന്നത്. അങ്ങനെ നമുക്ക് നല്ല ക്രൈസ്തവരായിട്ട് വിനയത്തിലും എളിമയിലും ലാളിത്യത്തിലും ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. സുഹൃത്ത് എല്ലാ മേഖലകളിലും അപകടം, കൊള്ളത്തരമാണ്, വിഡ്ഢിത്തരമാണ്. ഏത് കാര്യത്തിലാണ് അമിതമായിട്ട് പണം കൊടുക്കുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിന് വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ പണം ചെലവാക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോഷകമാണ്.
കർത്താവിനോട് കൂടെയായിരിക്കാം. നമ്മളെല്ലാത്തിനും ജൂബിലിയിൽ മുമ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ദൈവത്തോട് പഠിച്ചിരിക്കാനും ദൈവത്തോട് കൂടുതൽ വർത്തമാനം പറയുവാനും ഉള്ള അവസരമായിട്ട് വരുന്ന 50 ദിവസങ്ങൾ വലിയ നോമ്പിൽ പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് ജൂബിലിയുടെ കാര്യങ്ങൾ കുറെ കൂടെ ഇന്റേണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നും ഈ ഇടവകയും ഇതിൻ്റെ വിശ്വാസവും നല്ല മാതൃകാപരമായ രീതിയിലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ